കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യം മാനസാന്തരത്തെക്കുറിച്ച് ഒരു പ്രസംഗമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ നോമ്പ് കാലത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ദൈവം നമ്മോട് എന്താണ് നമ്മളുടെ കയ്യിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു പ്രസംഗമാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മാനസാന്തരത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രസംഗമാണ്. അതിന് നമുക്ക് നമ്മുടെ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. കാരണം നമ്മൾ ദൈവത്തെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നെന്നും നമ്മൾ ദൈവത്തെ എത്രമാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നും നമുക്ക് ദൈവം നമ്മളെ എത്രത്തോളം കരുതുന്നു എന്നും ഉള്ളതിനെ ഒക്കെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കർത്താവിനെ പുകഴ്ത്താം. അതിനുവേണ്ടി നമുക്ക് തലവണക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നോമ്പുകാലം അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുവാനും അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് വേണ്ടുന്ന മാനസാന്തരത്തെ എല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയനെ അനുഗ്രഹിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനങ്ങളും അങ്ങയ്ക്ക് പ്രസാദകരമായി ഇരിക്കുമാറാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. അതേപോലെ കേൾക്കുന്ന മക്കളെയും അനുഗ്രഹിക്കണമേ. അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം എല്ലാം ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മാനസാന്തരത്തെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. അതിൽ ചിലത് ഞാൻ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതാണ്. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് കിട്ടേണ്ടതിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാക്യം നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 2:38 കാണുന്നു. അതേപോലെ തന്നെ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അപ്പോസ്തല പ്രവൃത്തി 3:19. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ദുഃഖം രക്ഷയ്ക്കായി മാനസാന്തരത്തെ ഉളവാക്കുന്നു. അതിൽ ഖേദമില്ല. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. 2 കൊരിന്ത്യർ 7:10. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മാർക്കോസ് 1:15. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. മത്തായി 4:17. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ മാനസാന്തരപ്പെടുവാൻ വിളിക്കുവാൻ വന്നു എന്ന് യേശു പറഞ്ഞു. ലൂക്കോസ് 5:32. അതേപോലെ തന്നെയാ നിന്റെ അടുക്കൽ ഇരിക്കുന്നവരെ ഓർക്കുക, മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്റെ നിലവിളിക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കും. വെളിപ്പാട് 2:5. ഇതെല്ലാമാണ് മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാക്യം വെളിപ്പാട് പുസ്തകം 2:5 പറയുന്നത് ഇപ്രകാരം: നിന്റെ ആദ്യ സ്നേഹം നീ കളഞ്ഞു എന്ന് ഞാൻ നിന്റെ നേരെ പറയുന്നു. ആകയാൽ നീ വീണിടമോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കും. ഈ വാക്യത്തിൽ യേശു എഫെസോസിലെ സഭയോടാണ് ഇത് പറയുന്നത്. അവരുടെ നല്ല പ്രവൃത്തികളെയും കഷ്ടപ്പാടുകളെയും പ്രശംസിക്കുന്നുണ്ടെങ്കിലും അവർ തങ്ങളുടെ ആദ്യ സ്നേഹം ഉപേക്ഷിച്ചു എന്നാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആദ്യ സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനോടുള്ള ആദ്യത്തെ തീവ്രമായ സ്നേഹവും സമർപ്പണവുമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. 2. മാനസാന്തരം. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയുവാനും ആദ്യത്തെ സ്നേഹത്തിലേക്ക് വിശ്വാസത്തിലേക്കും മടങ്ങി വരുവാനുമാണ് യേശു അവരോട് ആവശ്യപ്പെടുന്നത്. നിലവിളക്ക് നീക്കപ്പെടും. 3. നിലവിളക്ക് നീക്കപ്പെടും. അവർ മാനസാന്തരപ്പെടാതിരുന്നാൽ അവരുടെ സഭയുടെ പ്രാധാന്യം നഷ്ടപ്പെടും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാന പാഠങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ,
ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൽ ആദ്യ സ്നേഹം നിലനിർത്തേണ്ടതാണ്, അത് അത്യാവശ്യവുമാണ്. 2, നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെടേണ്ടതും ആവശ്യമാണ്. 3, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടാകും. അതായത് നമുക്ക് ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ അതൊരു നഷ്ടമായി തീരുമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ മാനസാന്തരം എന്ന് പറയുകയാണെങ്കിൽ, മാനസാന്തരം എന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളും മനോഭാവങ്ങളിലും ജീവിത രീതിയിലും ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ മാനസാന്തരം. ഇത് പാപങ്ങളിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു പ്രക്രിയയാണ്. മാനസാന്തരം എന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല, മറിച്ച് ജീവിതകാലം, അതായത് നമ്മൾ ജീവിതത്തിൻ്റെ അവസാനം വരെയും മുഴുവനും തുടരുന്നൊരു യാത്രയാണ് ഈ മാനസാന്തരത്തിന് എന്ന് പറയുന്നത്. ഈ മാനസാന്തരത്തിൻ്റെ ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്ന മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളതാണ്. മാനസാന്തരത്തിൻ്റെ പ്രാധാന്യം, അതായത് എന്താണ് അതിനുള്ള പ്രാധാന്യം എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് മാനസാന്തരത്തിലൂടെ. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ അയ്യോ ദൈവമേ ഞാനൊരു തെറ്റ് ചെയ്തല്ലോ, അങ്ങ് എന്നോട് ക്ഷമിക്കണമേ, എനിക്കൊരു മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം തരണമേ എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവമായുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പാപങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. മാനസാന്തരം ദൈവമായുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞത്, പാപങ്ങളാണ് നമ്മളുടെ യേശുവുമായുള്ള ബന്ധത്തെ മാറ്റുന്നത്. പക്ഷേ മാനസാന്തരം നമുക്ക് ഉണ്ടായാൽ നമ്മൾ ദൈവവുമായുള്ള വിട്ടുപോയ ബന്ധം നമ്മൾ തിരികെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ മാനസാന്തരം നമുക്ക് ഉണ്ടായാൽ നമ്മൾ പാപങ്ങളെല്ലാം നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമുക്ക് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായ ഒരു സന്തോഷം അത് നമുക്ക് നൽകുന്നുണ്ട്. പാപങ്ങളിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് യഥാർത്ഥ സന്തോഷം അവിടെയാണ്. നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായുള്ള സന്തോഷവും സമാധാനം നമുക്ക് അവിടെ ലഭിക്കുവാൻ കഴിയുമെന്ന് പറയുന്നത്. പിന്നെ ഈ മാനസാന്തരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു ജീവിതമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, മാനസാന്തരം നമ്മെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കും. പഴയ പാപപൂർണമായിട്ടുള്ള ജീവിതം നമ്മൾ ഉപേക്ഷിക്കണം. അതായത് നമ്മൾ ദൈവത്തോട് പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാപജീവിതം നമ്മൾ പൂർണ്ണമായും എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് നമ്മളെ പാപജീവിതം നമ്മൾ ഉപേക്ഷിക്കണം. പാപത്തെ നമ്മൾ ഉപേക്ഷിച്ച് ദൈവത്തോട് മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ മനം തിരിഞ്ഞ് ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുക. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇന്ന പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം നീ എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ ഒരിക്കലും ആ പാപത്തിൽ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ അടുത്ത് വന്നാൽ നമുക്ക് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു ജീവിതം നമുക്ക് ലഭ്യമാകുന്നു. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിക്കാനും നമുക്ക് സഹായിക്കുന്നു. മാനസാന്തരപ്പെട്ടാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മാനസാന്തരത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. മാനസാന്തരത്തിനായുള്ള ചില വഴികളുണ്ട്. ഇപ്പോൾ നമ്മൾ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷെ അതിന് വേണ്ടുന്ന എങ്ങനെയാണ് നമ്മൾ മാനസാന്തരപ്പെടേണ്ടത്, എങ്ങനെയാണ് അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അടുത്തത് 1, പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക. അതായത് നമ്മൾ പാപങ്ങളെക്കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം? ബോധമുണ്ടാവണം. അത് ഇല്ലാത്തത്തോളം കാലം നമുക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. നമുക്കൊരു മാനസാന്തരം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമുക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്.
പാപങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദുഃഖിക്കണം. അയ്യോ, ഞാൻ ഇന്നൊക്കെ ചെയ്തു പോയി. പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി ദുഃഖിക്കുകയും അവയിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യണം. നമ്മൾ ദുഃഖിക്കുക എന്ന് പറയുമ്പോൾ ദുഃഖിക്കുക നമ്മൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? അവയെ നിന്ന് അകന്നു നിൽക്കണം. അതായത് നമ്മൾ ഒരിക്കലും ഇനി ആ പാപം നമ്മൾ ചെയ്യില്ല എന്ന് നമ്മൾ തന്നെ നമ്മളത് വിശ്വസിക്കണം, ചെയ്യണം. നമ്മൾ അതേപോലെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഞാൻ ഈ പാപം ഞാൻ ചെയ്യില്ല എന്ന് നമ്മൾ സ്വയമായി തീരുമാനിക്കുകയും വേണം. നമ്മൾ സ്വയമായി ദുഃഖിക്കുകയും കരയുകയും ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. ദൈവത്തോട് എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമ ചോദിക്കണം. യേശു കർത്താവേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഇന്നെന്നെ പോലെ പാപം ചെയ്തു, അല്ലെങ്കിൽ ഇന്നെന്നെ പോലെ ഞാൻ ആൾക്കാരെ ദ്രോഹിച്ചു, അവർക്ക് ഞാൻ എന്താണ് പറയുക, അവർ നല്ലതായിരിക്കുന്നത് എനിക്ക് പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ അവരെ ദ്രോഹിക്കുകയും അതേപോലെ അവർക്കെതിരായി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊക്കെ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ള ആ ഒരു ആശയം വെച്ചിട്ടാണ് ഞാൻ അവരോട് ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചത്. അത് ദൈവമേ, അത് എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല. അവർ നന്നായിരിക്കണേ എന്നുള്ള അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടെ പാപങ്ങൾ നമ്മൾ ആരോട് ആത്മാർത്ഥമായി നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്തത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. പാപപൂർണമായ പ്രവൃത്തികളിൽ നിന്ന് ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ദൈവവചനമായ ബൈബിൾ എപ്പോഴും വായിക്കണം. ഇതെല്ലാം ചെയ്യുമെങ്കിലും നമ്മൾ കൂടുതലും യഥാർത്ഥമായി നമ്മൾക്ക് മാനസാന്തരം, നമ്മൾ ചെയ്ത കുറ്റങ്ങളും എല്ലാം നമ്മൾ ചെയ്തു പോയ കുറ്റങ്ങൾ എന്നല്ല നമ്മൾ ഏറ്റു പറഞ്ഞെങ്കിലും ഒരു കാര്യം മാത്രം നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ഓർക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ദൈവവചനമായി ദൈവത്തെ വായിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം വായിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രായോഗികമായി തീർക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല നമ്മൾ പണ്ട് ചെയ്തു പോയ പഴയകാല സ്വഭാവങ്ങളും പഴയകാല പാപങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ആരോടോ ഒരു അസൂയപ്പെടുകയോ അതായത് ഒരാൾ നന്നാവുന്നത് നമുക്ക് അസൂയത്തോടെ കാണുകയോ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതെല്ലാം എന്താണ്? പാപമാണ്. ആ പാപത്തിൽ നിന്നല്ല നമ്മൾ രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ബൈബിളും വായിക്കുകയും വേണം, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് കൂടുതലായി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം, നിരന്തരം നമ്മൾ ബൈബിൾ വായിക്കണം, നിരന്തരം നമ്മൾ ആൾക്കാരുമായി സഭയിലും കൂട്ടായ്മയിലും എല്ലാം നമ്മൾ നിരന്തരമായി പങ്കെടുക്കുകയും വേണമെന്നാണ് പറയുന്നത്. പിന്നെ അതായത് സഭയിലെ വിശ്വാസികളുമായി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒത്തുചേർന്ന് ദൈവവചനം പങ്കുവെക്കുകയും ചെയ്യണം. മാനസാന്തരം എന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഇത് നമുക്ക് സ്വയം നേടാൻ കഴിയുന്ന ഒന്നല്ല. അതായത് മാനസാന്തരം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തരുന്നൊരു ദാനമാണ്, ഒരു സമ്മാനമാണ്. അത് നമുക്ക് സ്വയം നേടാൻ കഴിയുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ കൃപയിലൂടെ മാത്രമേ നമുക്ക് എന്തുള്ളൂ? മാനസാന്തരം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ദൈവത്തിൻ്റെ കൃപയിലൂടെ മാത്രമേ നമുക്ക് മാനസാന്തരം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് പറയുന്നത്? നമ്മൾ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ദൈവവചനം സഭയിലെ കൂട്ടായ്മയിലും പോകണം, സഭയിലെ വിശ്വാസികളോട് നമ്മൾ ദൈവവചനം പങ്കിടുകയും വേണമെന്നാണ് പറയുന്നത്.
പ്രാർത്ഥനയും ദൈവം അത് പിന്നെ വേണ്ടത് പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായി നിരന്തരം എന്താണ് സംസാരിക്കുകയാണ്. അപ്പോൾ ബൈബിൾ വായിക്കുന്ന, ബൈബിള് നമ്മൾ സഭയിലെ കൂട്ടായ്മയിൽ പങ്കുവെക്കുന്നു, അത് മാത്രം പോരാ. പ്രാർത്ഥനയും നമ്മളുടെ ജീവിതത്തിന് ആവശ്യമുള്ള ഒരു ഘടകമാണ്. സോ ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ പുതിയൊരു വ്യക്തിയായി, മാനസാന്തരത്തിലൂടെ പുതിയൊരു വ്യക്തിയായി തീർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു എന്നാണ് ഇതിലോട് എനിക്ക് പറയാൻ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിനെ അനുദപിച്ച് അതിനെക്കുറിച്ച് നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പാപങ്ങളെല്ലാം ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ ഒരു പുതിയൊരു വ്യക്തിയായി തീർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇതാണ് എനിക്ക് ഇന്നത്തെ ഈ നോമ്പ് കാലത്തെ ധ്യാനമായി ഞാൻ എടുത്തിരിക്കുന്ന വേദവാക്യം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണഴിച്ച് ഒരു നിമിഷം നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നോമ്പ് കാലം ദിവസങ്ങൾ ഞങ്ങൾ 40 ദിവസത്തെ നോമ്പ് കാലമുണ്ടല്ലോ കർത്താവേ, അതിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, മാനസാന്തരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധവാന്മാരാക്കി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ഒരു വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് അസൂയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അവർക്കെതിരെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നല്ല ഞങ്ങൾക്കൊരു മാനസാന്തരവും ഞങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും കാവലും കരുതലും ഞങ്ങൾ ഓരോരുത്തരോടു കൂടെ ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. മാനസാന്തരം എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ബോധവാന്മാരാക്കി തീർക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ആരോടെല്ലാം പാപങ്ങൾ ചെയ്തിരിക്കുന്നു അതോടെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളെ അങ്ങ് രക്ഷിക്കുമാറാകണമേ. അല്ലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും കാവലും കരുതലും ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. ഞങ്ങൾ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാനസാന്തരമെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കാവലും കരുതലും ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യവും കാവലും കരുതലും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നമുക്ക് ഇനിയും പുതിയ ഒരു അധ്യായമായി നമുക്ക് ഇനിയും കാണുന്നത് വരെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.